ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. നമ്മൾ ഏതു പാഠാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്? ആദ്യത്തെ ചിലന്തി അല്ലേ? ഒരു ഗ്രീക്ക് പുരാണത്തിലെ കഥയാണിത് അല്ലെ? ആരുടെ കഥയാണെന്ന് പറഞ്ഞേ? അരാഗിനി അല്ലെ? അരാഗിനി എന്ന് പറയുന്ന പെൺകുട്ടി അഹങ്കാരിയായ പെൺകുട്ടിയാണ് അരാഗിനി. അരാഗിനിയെ പരീക്ഷിക്കാനായി അദിനി ദേവി വന്നിരിക്കുന്ന ഭാഗമായിരുന്നു നമ്മൾ പറഞ്ഞു നിർത്തിയത് അല്ലെ? അദിനി ദേവിക്ക് ചിത്രകലയിൽ, അതായത് ഡ്രസ്സുകളിൽ മനോഹരമായ ചിത്രങ്ങൾ തുന്നും. അത് കാണാൻ വേണ്ടി വിവിധ രാജ്യങ്ങളിൽ നിന്ന് ആൾക്കാര് വന്നിരുന്നു. എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് ആരുടെ ചിത്രങ്ങള്? അരാഗിനിയുടെ ചിത്രങ്ങൾ. അപ്പോ അതേസമയം അഹങ്കാരവും അവൾ ഭയങ്കരമാണ്. അപ്പൊ പറയാണ്, ഒരു ചെറിയ പാവം പെൺകുട്ടി വന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞു. എന്തായിരുന്നു പറഞ്ഞത്? നിങ്ങള് ഈ വിദ്യ അദിനി ദേവിയിൽ നിന്ന് പഠിച്ചതായിരിക്കും അല്ലേ എന്ന് ചോദിച്ചു. അത് ചോദിച്ചോടുകൂടി ആർക്ക് ദേഷ്യം വന്നു? അരാഗിനിക്ക് ദേഷ്യം വന്നു. ദേവി എന്റെ അടുത്ത് വന്ന് പഠിക്കട്ടെ, അല്ലാതെ ഞാൻ ദേവിയുടെ അടുത്തുനിന്ന് പഠിച്ചതല്ല. ഈ വാക്കുകൾ ആരുടെ ചെവിയിൽ കൊണ്ടു? ആരിത് കേട്ടു? അദിനി ദേവിയും കേട്ടു. അപ്പൊ അദിനി ദേവി നേരിൽ വന്ന് അവളെ പരീക്ഷിക്കാനായി വന്നിരിക്കുന്ന ഭാഗമായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ഒരു പടുവൃദ്ധയുടെ രൂപത്തിലായിരുന്നു ആര് വന്നത്? അദിനി ദേവി വന്നത്. എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എടുക്കോ, ബാക്കി ഭാഗം നമുക്ക് വായിക്കാം. എടി കൊച്ചേ, നീ വായടക്കി. നിന്റെ അഭിപ്രായം കേട്ട് ആ അദിനി ദേവി കോപിച്ചിരിക്കുകയാണ്. മാപ്പ് അപേക്ഷിക്കുകയാണെങ്കിൽ ക്ഷമിക്കൂ. ഇപ്പൊ എന്താണ് അദിനി ദേവി പറഞ്ഞത്? എടി കൊച്ചേ, നീ വായടക്കി. ഇപ്പൊ വായടക്കാൻ പറഞ്ഞ കാര്യം എന്തായിരുന്നു? എന്താണ് പറഞ്ഞത്? അദിനി ദേവി വേണമെങ്കിൽ എന്റെ അടുക്കിൽ വന്ന് പഠിക്കട്ടെ എന്ന് ആര് പറഞ്ഞിരുന്നു? അരാഗിനി പറഞ്ഞിരുന്നു അല്ലേ? ഇത് കേട്ട അദിനി ദേവി ഏത് രൂപത്തിലാ വന്നിരിക്കുന്നത്? ഒരു വൃദ്ധയുടെ രൂപത്തിലാ വരുന്നത്. വൃദ്ധയായ ഈ ദേവി ഇവളെ ഉപദേശിക്കുകയാണ്. എടി കൊച്ചെ, നീ വായടക്ക്. നിന്റെ അഭിപ്രായം കേട്ട് ആരാണ് കോപിച്ചിരിക്കുന്നത്? ആരാണ്? അദിനി ദേവി. അദിനി ദേവി കോപിച്ചിരിക്കുകയാണ്. മാപ്പ് അപേക്ഷിക്കുകയാണെങ്കിൽ നിന്നോട് ക്ഷമിക്കും എന്ന് പറഞ്ഞു. അതു കേട്ട അവൾ കോപം കൊണ്ട് ജ്വലിച്ചു. ഇത് കേട്ടപ്പോഴേക്കും ആർക്ക് ദേഷ്യം വന്നു? നമ്മുടെ അരാഗിനിക്ക് ദേഷ്യം വന്നു. കിഴവിത്തള്ളയുടെ നേർക്ക് തിരിഞ്ഞു. കിഴവിത്തള്ള എന്ന് പറഞ്ഞാൽ വയസ്സായ സ്ത്രീയാണെങ്കിൽ കിഴവിത്തള്ളയുടെ നേർക്ക് തിരിഞ്ഞു. ഹേ കിഴവി, നിങ്ങളുടെ ഉപദേശമൊന്നും എന്റെ അടുത്ത് വേണ്ട. അദിനി ദേവി തലകുത്തി നിന്ന് തപസ് ചെയ്താലും എനിക്കൊപ്പം വരില്ല. വേണമെങ്കിൽ അവർ മത്സരത്തിന് വരട്ടെ. എന്തഹങ്കാരല്ലേ! എന്തഹങ്കാരത്തോടു കൂടിയിട്ട് അരാഗിനി പറഞ്ഞത്? ദേവിയോടാണ് പറയുന്നത്. അപ്പൊ ദേവി അവർ കണ്ടിട്ടില്ല, കാണുന്നില്ല. എങ്കിലും ആ സാധു വൃദ്ധയോട് പോലും അവർ ഇങ്ങനെയാണ് സംസാരിക്കുന്നത്. ഹേ കിഴവി, അല്ലാണ്ട് അമ്മൂമ്മയൊന്നും പറഞ്ഞിട്ടല്ല, പാവ അമ്മൂമ്മ എന്ന് പറഞ്ഞിട്ടൊന്നുമല്ല അഭിസംബോധന ചെയ്യുന്നത്. ഹേ കിഴവി. ആ വാക്കുകളുടെ അഹങ്കാരം, ഈ വാക്കുകളിൽ തന്നെ അവളുടെ വാക്കുകളുടെ അഹങ്കാരം നോക്കൂ. ഹേ കിഴവി, നിങ്ങളുടെ ഉപദേശമൊന്നും എന്റെ അടുത്ത് വേണ്ട. നിങ്ങളുടെ ഉപദേശമൊന്നും എനിക്ക് കേൾക്കണ്ട. അദിനി ദേവി തലകുത്തി നിന്ന് തപസ് ചെയ്താലും എനിക്കൊപ്പം വരില്ല. എന്താ പറഞ്ഞത്? അദിനി ദേവി തലകുത്തി നിന്ന് തപസ് ചെയ്താലും എന്റെ അടുത്ത് വരില്ല. എനിക്കതിലും കഴിവുള്ള ആളാണ്. വേണമെങ്കിൽ അവർ മത്സരത്തിന് വരട്ടെ. അവർക്ക് ഞാനാണോ കഴിവ് കൂടുതൽ, ദേവിക്കാണോ കഴിവ് കൂടുതൽ എന്നറിയണമെങ്കിൽ എന്റെ അടുത്ത് വരട്ടെ. നമുക്ക് മത്സരിച്ച് ആരാണ് ജയിക്കുന്നതെന്ന് തീരുമാനിക്കാം. അങ്ങനെ മത്സരം കുറിച്ചു. ഓഹോ, അങ്ങനെയോ? എന്നാൽ മത്സരം ഇപ്പോൾ തന്നെ. അപ്പോ ആ വൃദ്ധ പറയാണ്, ഓഹോ, ഇത്ര വലിയ ആളാണോ? അങ്ങനെയാണോ നിന്റെ ഭാവം? എങ്കിൽ മത്സരം ഇപ്പോൾ തന്നെ. ഒരു നിമിഷം കൊണ്ട് വൃദ്ധ രൂപം മാറി. അപ്പൊ വൃദ്ധ ശരിക്കും ആരായിരുന്നു? അദിനി ദേവി. വൃദ്ധയായിട്ട് വന്നതാണ് ഇവരെ പരീക്ഷിക്കാനായിട്ട്. ആ വൃദ്ധ രൂപം മാറി. ഉജ്ജ്വല കാന്തിയുള്ള ദേവിയെ കണ്ട് അവൾ ഭയപ്പെട്ടു. നല്ല പ്രകാശിക്കുന്ന കാന്തിയോടുകൂടിയ ദേവിയെ കണ്ടപ്പോൾ ആർക്ക് പേടിയായി? ആർക്കാ പേടിയായത്? അരാഗിനിക്ക്. ഉജ്ജ്വല കാന്തിയുള്ള ദേവിയെ കണ്ട് അവൾ ഭയപ്പെട്ടു. എങ്കിലും പരിഭ്രമം പുറത്ത് കാണിക്കാതെ അവൾ നിന്നു. ഉള്ളിലാകെ പരിഭ്രമായി, പക്ഷെ അത് പുറത്ത് കാണിച്ചില്ല. തന്റെ അഹങ്കാരത്തിന് തെല്ലിക്കുറവ് സംഭവിക്കും. ഞാൻ വലിയ ആളാണെന്ന് പറഞ്ഞ് അഹങ്കരിച്ച് നിൽക്കുകയാണല്ലോ. അപ്പൊ അഹങ്കാരത്തിന് കുറവ് വരും വിചാരിച്ച് പേടിയൊന്നും പുറത്ത് കാണിച്ചില്ല. അഭിമാനത്തിന് ക്ഷതമേൽക്കുമെന്ന് കരുതി മാപ്പു പറയാനോ വണങ്ങാനോ അവൾ തയ്യാറായില്ല.
ഓ സോറി, അല്ലെങ്കിൽ ഞാൻ ചെയ്ത് തെറ്റായി, ഞാൻ ദേവിയാന്ന് അറിഞ്ഞില്ല, അങ്ങനെയൊന്നും പറഞ്ഞ് മാപ്പപേക്ഷിക്കും, ഇനി അങ്ങനെ ചെയ്യില്ല എന്നൊന്നും പറഞ്ഞ് മാപ്പപേക്ഷിക്കാനോ വണങ്ങാനോ ആര് തയ്യാറായില്ല? അരാഗിനി തയ്യാറായില്ല. നൂലും സൂചിയും കൊണ്ടുവരൂ, നമുക്ക് തയ്ച്ചു തുടങ്ങാം. അപ്പോ ദേവി എന്താണ് പറഞ്ഞത്? നൂലും സൂചിയും കൊണ്ടുവരൂ, നമുക്ക് തയ്ച്ചു തുടങ്ങാം. അപ്പൊ ആരാണ് മത്സരത്തിന് ഇവിടെ നിൽക്കുന്നത്? രണ്ടുപേരാണ്. ആരാണ്? അരാഗിനിയും അദിനി ദേവി. എന്താണ് മത്സരം? വസ്ത്രങ്ങളിലെ ചിത്രങ്ങൾ തുന്നിപ്പിടിപ്പിക്കുന്നതാണ് മത്സരം. അപ്പോൾ ഇവളുടെ അഹങ്കാരം കൊണ്ടാണ് ഇതിനെ ആര് മുതിരുന്നത്? അദിനി ദേവി ഇതിനായിട്ട് മുതിരുന്നത്. ഈ മത്സരത്തിന് വേണ്ടി നിൽക്കാനുള്ള കാരണം എന്താണ്? അരാഗിനിയുടെ അഹങ്കാരമാണ്. ഞാനാണ് ഏറ്റവും വലുത്, എന്നെ പോലെ ഇതുപോലെ ചിത്രകലയിൽ വൈദഗ്ധ്യമുള്ള ഒരാൾ, ഇത്രയും കഴിവുള്ള ആൾ ഈ ലോകത്തിൽ ആരുമില്ല എന്ന അഹങ്കാരമാണ് അവളെ ഈ മത്സരത്തിനെ പ്രേരിപ്പിച്ചത്. അങ്ങനെ രണ്ടുപേരും തമ്മിലുള്ള മത്സരമാണ് നടക്കാൻ പോകുന്നത്. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. മത്സരം നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പോൾ നോട്ട്സ് എഴുതിയെടുക്കണം, ടെസ്റ്റ് പേപ്പർ എഴുതണം. അതേപോലെ തന്നെ കോപ്പി ബുക്കിന്റെ കാര്യം മറന്നു പോകരുത്, കോപ്പി ബുക്കും എഴുതണം. ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. നന്ദി.